Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നമ്മളുടെ നെറ്റ് കൊമേഴ്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? പെർഫോം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ മുന്നിൽ ഇനിയുമുണ്ട് എക്സാം. അപ്പോൾ നമ്മളുടെ ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും വരുന്ന എക്സാമിന് വേണ്ടി നമ്മൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. നമ്മൾ നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ ഈ നിമിഷം തൊട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങാം. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്ത് വേണം? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വേണം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് നെറ്റ് കൊമേഴ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നയാളാണ്, അല്ലെ തുടങ്ങാൻ പോവുകയാണ്, പലതവണയായിട്ട് ശ്രമിച്ചു കിട്ടിയില്ല, അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് ആണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കണ്ട് നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്ന റിഫോംസ് ഇൻ കമ്പനീസ് ആക്ട്. നമുക്കറിയാം കമ്പനീസ് ആക്ട് 1956 നിന്ന് കമ്പനീസ് ആക്ട് 2013 വന്നപ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ വന്നു, അല്ലെ? കുറച്ചധികം റിഫോംസ് ഉണ്ടായി. അത് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ കൃത്യമായി ഈ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. ഉറപ്പായും പഠിച്ചു വെക്കണം. ഉറപ്പായും വരുന്ന ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം, അല്ലെ? നോക്കാം. കമ്പനീസ് ആക്ട്, അല്ലെ? റിഫോംസ് ഇൻ കമ്പനീസ് ആക്ട്. As compared to the Companies Act 1956, reforms are visible under the Companies Act 2013. It includes എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നുള്ളതാണ്. കമ്പനീസ് ആക്ട് 1956 നിന്ന് കമ്പനീസ് ആക്ട് 2013 എത്തിയപ്പോൾ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് വൺ പേഴ്സൺ കമ്പനി. വൺ പേഴ്സൺ കമ്പനി അഥവാ സെക്ഷൻ 2 സബ്സെക്ഷൻ 62 അനുസരിച്ചാണ് വൺ പേഴ്സൺ കമ്പനിയെ കുറിച്ച് ഇതിൽ പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പറയുന്നത് the Companies Act 2013 introduced the concept of one person company. Companies Act 2013 ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വൺ പേഴ്സൺ കമ്പനി എന്നുള്ള ആ രീതിയിലുള്ള ഒരു കമ്പനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെക്ഷൻ ഏതാണെന്ന് മറന്നുപോകല് മക്കളെ. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 62. ഓർത്ത് വെച്ചോണം. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 which is the companies with only one person as its the member. അല്ലെ, നമുക്കറിയാം വൺ പേഴ്സൺ ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട്. വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ മെമ്പർ എന്ന് പറയുന്ന ആര് മാത്രമായിരിക്കും? ആ ഒരു സിംഗിൾ പേഴ്സൺ മാത്രമായിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ന്യൂ കാറ്റഗറി പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിലിറ്റി ആൻഡ് എൻകറേജ്മെന്റ് ഫോർ ദ ഇൻഡിവിജ്വൽ എന്റർപ്രണേഴ്സ് ടു ഓപ്പറേറ്റ് ദ ബിസിനസ് വിത്തൗട്ട് ദ നീഡ് ഓഫ് ദി മൾട്ടിപ്പിൾ മെമ്പേഴ്സ്. അപ്പൊ ഈ ഒരു സെക്ഷൻ 2 സബ്സെക്ഷൻ 62 അനുസരിച്ച് കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് ഏതെന്ന് പറയുന്നത് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഈ ഒരു രീതി അനുസരിച്ച് വൺ പേഴ്സൺ കമ്പനി എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഇവരെന്താണ് പറയുന്നത്? ഇതിൻ്റെ അകത്ത് ഈ ഒരു കാറ്റഗറി അനുസരിച്ച് ഒരു ആൾക്കൊരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തില്ല? ഒരുപാട് മെമ്പേഴ്സ് വേണം, മൾട്ടിപ്പിൾ മെമ്പേഴ്സ് വേണം എന്നുള്ള ആവശ്യകത ഇല്ലാതാകുകയാണ് ഇതിലൂടെ. ഈ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 62 അനുസരിച്ച് കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ. അതൊരു റീഫോമാണ്. ആ കമ്പനീസ് ആക്ടിൽ വന്ന ആ ഒരു റീഫോമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം മക്കളെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ഒന്നാണ് പ്രൈവറ്റ് കമ്പനിക്ക്. പ്രൈവറ്റ് കമ്പനിക്ക് എന്താണ് വന്നതെന്ന് നോക്കാം. പ്രൈവറ്റ് കമ്പനിക്ക് അമെൻഡ്മെന്റിലൂടെയാണ് 2015 അമെൻഡ്മെന്റ് വന്നു, അല്ലെ? 2013 വന്നു കഴിഞ്ഞിട്ട് 2015 2017 ആൻഡ് 2020 എന്ത് വന്നിട്ടുണ്ട്? അമെൻഡ്മെന്റുകൾ വന്നിട്ടുണ്ട്, അല്ലെ? അമെൻഡ്മെന്റുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കമ്പനീസ് ആക്ട് 2015 വന്ന അമെൻഡ്മെന്റ് പ്രകാരം ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫോർ പ്രൈവറ്റ് കമ്പനീസ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് 0 ഓർ നിൽ. അതായത് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇത്ര വേണം എന്നുണ്ടായിരുന്നു, അത് ഇല്ല. ഇപ്പൊ എന്തില്ല? മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതായത് എന്താണ്? അതായത് 2015 അമെൻഡ്മെന്റ് പ്രകാരം, കമ്പനീസ് ആക്ടിന്റെ അമെൻഡ്മെന്റ് പ്രകാരം ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫോർ ദ പ്രൈവറ്റ് കമ്പനിക്ക് ഇത്ര മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം എന്നില്ല. നില്ലാക്കി, 0 ആക്കി മാറ്റി. ഇനി എന്താണ്? ആൻഡ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഫ്രം
50 to 200. നമ്മൾ മിനിമം മെമ്പേഴ്സ് 200 അല്ലെ, സോറി മാക്സിമം മെമ്പേഴ്സ് എന്താണ് 50 അല്ലെങ്കിൽ മാക്സിമം മെമ്പേഴ്സ് 200 എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഇത് ഏത് അമെൻഡ്മെന്റ് പ്രകാരമാണ്? 2015 കമ്പനീസ് ആക്ടിന്റെ അമെൻഡ്മെന്റ് പ്രകാരം എന്താണ് മാക്സിമം നമ്പേഴ്സ്, പ്രൈവറ്റ് കമ്പനിയുടെ മാക്സിമം മെമ്പേഴ്സ് എന്നുള്ളത് 50 നിന്ന് 200 ഉയർത്തി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം, എന്താണ് കമ്പനീസ് ആക്ട് 2013 എന്താണ് 2015 അമെൻഡ്മെന്റ് പ്രകാരം എന്ത് സംഭവിച്ചു? അതായത് എന്താണ് പ്രൈവറ്റ് കമ്പനികളുടെ മെമ്പേഴ്സിന്റെ എണ്ണം, മാക്സിമം മെമ്പേഴ്സിന്റെ എണ്ണം 50 നിന്നും 200 ഉയർത്തി. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. It allows for the greater cases of operations and growth of the private company. അപ്പോൾ പ്രൈവറ്റ് കമ്പനികളുടെ ഗ്രോത്തിനെയൊക്കെ ഇത് ഒരുപാട് അഫക്റ്റ് ചെയ്ത്, അല്ലെ ഗ്രോത്തിനെയൊക്കെ ഒരുപാട് സ്വാധീനിച്ച ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു അമെൻഡ്മെന്റ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണം, അമെൻഡ്മെന്റ് ഏതാണ് 2015. പിന്നെ അടുത്ത ഒന്നാണ് പബ്ലിക് കമ്പനികൾക്ക് എന്താണ് പ്രത്യേകത വന്നെന്ന് നോക്കാം. The Companies Act 2013 requires the minimum paid up capital of 5 lakh for a public company. അപ്പോൾ ഓർത്ത് വെച്ച് പബ്ലിക് കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാക്കി മാറ്റി? 5 lakh for a public company to ensure the better financial stability and management. അതായത് ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 5 lakh അവർക്ക് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള, അല്ലെ ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉള്ള ഒരു കമ്പനിയാണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനിയാണ് എന്ന് കമ്പനീസ് ആക്ട് 2013 പ്രകാരം വന്നു. ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് ആ ഒരു അമെൻഡ്മെന്റുകൾ മനസ്സിലാക്കി വെക്കുക മക്കളെ, കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഇനി ആളതാണ് അടുത്ത വളരെ അടുത്ത് നിൽക്കുന്ന മറ്റ് മേജർ ആയിട്ടുള്ള റീഫോംസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തതാണ് കോമൺ സീൽ. കോമൺ സീൽ എന്ന് പറഞ്ഞാൽ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ കോമൺ സീൽ ഫോർ ദ കമ്പനീസ് ഹാസ് ബീൻ മെയ്ഡ് ഓപ്ഷണൽ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. നമുക്കറിയാം കോമൺ സീൽ, അല്ലെ നമ്മൾ കമ്പനി പഠിക്കുമ്പോഴേ ആ ഡെഫിനേഷൻ്റെ അകത്ത് തന്നെ ഉണ്ട്, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപ്പച്വൽ സബ്സെക്ഷൻ ആൻഡ് കോമൺ സീൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, കമ്പനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കമ്പനിയുടെ സൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കോമൺ സീലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ കമ്പനീസ് ആക്ട് 2013 ആയപ്പോൾ കോമൺ സീല് എന്നുള്ളത് എന്താക്കി മാറ്റി? ഓപ്ഷണലാക്കി മാറ്റി. കൃത്യമായിട്ട് മനസ്സിലാക്കണം, കോമൺ സീല് ഓപ്ഷണലാക്കി മാറ്റിയത് എപ്പോഴാണ്? 2013 ആയിട്ട് ആ ഒരു റിഫോം ആണ്, അല്ലെ കമ്പനീസ് ആക്ട് 1956 നിന്ന് 2013 ആയി മാറിയപ്പോൾ കോമൺ സീല് എന്നുള്ളത് എന്തായിട്ട് മാറി? ഓപ്ഷണൽ ആയിട്ട് മാറി. ദ റിക്വയർമെന്റ്സ് ഓഫ് ദി കോമൺ സീല് ഫോർ ദ കമ്പനി ഹാസ് ബീൻ മെയ്ഡ് ഓപ്ഷണൽ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. സിംപ്ലിഫൈ ദ കോർപ്പറേറ്റ് പ്രോസസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ആ ഒരു കോർപ്പറേറ്റ് ആ ഒരു പ്രോസസ് എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്ത്. ഇനി അടുത്ത എന്താണ്? കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ബിസിനസ് കമൻസ് ചെയ്യുന്ന, തുടങ്ങുന്നത്, അതായത് കമ്പനീസ് ക്യാൻ ബി സ്റ്റാർട്ട് ദെയർ ബിസിനസ് ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പനി എന്ത് ചെയ്യാനായിട്ട് തീരുമാനിക്കാം? സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? അതായത് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ കിട്ടുന്നതിന് മുന്നേ തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനി ഇൻകോർപ്പറേറ്റ് ആയോ, കമ്പനിക്ക് എന്ത് ചെയ്യാം? അതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഏത് പ്രകാരം? കമ്പനീസ് ആക്ട് 2013 പ്രകാരം. എന്താണ്? കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ദ കമ്പനീസ് ക്യാൻ സ്റ്റാർട്ട് ദെയർ ബിസിനസ് ഓപ്പറേഷൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻകോർപ്പറേഷൻ വിത്തൗട്ട് ദ നീഡ് ഫോർ ഫില്ലിംഗ് എ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഫോർ ദ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, അല്ലെ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് ഫോർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു ഇൻകോർപ്പറേഷൻ, അതായത് ആ ഒരു ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത് പണിഷ്മെന്റ് ഫോർ ദ പണിഷ്മെന്റ്സ്, അല്ലെ പണിഷ്മെന്റുകൾ. അതായത് ഡിഫറെന്റ് ടൈപ്സിലുള്ള പണിഷ്മെന്റുകൾ ഉണ്ട്, അല്ലെ? നമ്മൾ ഫ്രോഡുലന്റ് ആയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പണിഷ്മെന്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്ത് റിഫോംസ് ആണ് വന്ന് നോക്കാം. ദ പെനാൽറ്റീസ് ഫോർ വയലേറ്റിംഗ് ദ റൂൾസ് ഹാവ് ബീൻ അമെൻഡഡ്. അതായത് നമ്മൾ പെനാൽറ്റീസ് വളരെയധികം പെനാൽറ്റീസ് ഒക്കെ ഈടാക്കിയിരുന്നു പല കാര്യങ്ങൾക്കകത്തും നമ്മളെ റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്യുമ്പോൾ. മേക്കിംഗ് ദം മോർ അലൈൻഡ് വിത്ത് ദ കറന്റ് ബിസിനസ് എൻവയോൺമെന്റ്. അതായത് അതിൻ്റെ അകത്തൊക്കെ എന്ത് കൊണ്ടുവന്നു? അതെല്ലാം ഒഴിവാക്കി എന്നല്ല പറഞ്ഞത്, അതിലൊക്കെ എന്ത് കൊണ്ടുവന്നു? മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ പെനാൽറ്റീസ് ഏതൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസിൻ്റെ അകത്തില്ല. അപ്പോൾ നമ്മൾ അത് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക എന്താണ് പെനാൽറ്റീസിൻ്റെ അകത്തൊക്കെ എന്ത് കൊണ്ടുവന്നു? മാറ്റങ്ങൾ, റീഫോംസ് കൊണ്ടുവന്നു. ബിക്കോസ് അത് എന്തുമായിട്ട് ചേർന്ന് ആ ഒരു ബിസിനസിന്റെ കറണ്ട് എൻവയോൺമെന്റുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ഒരു പെനാൽറ്റി എത്രത്തോളമാണ് എന്നുള്ള കാര്യമൊക്കെ, പണിഷ്മെന്റ് എത്രത്തോളമാണ് എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാൻ തുടങ്ങി. ഇനി അടുത്ത എന്താണ്? ഫ്രോഡ് റിപ്പോർട്ടിംഗ്.
Fraud reporting, the auditors are now only required to report the major denominations of fraud to the central government, making it easier for the auditors to manage the smaller cases. അതായത് ഹയർ വാല്യൂ ആയിട്ടുള്ള ഹയർ ഡിനോമിനേഷൻസ് ഉള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് മാത്രം സെൻട്രൽ ഗവൺമെന്റിലോട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, ചെറിയ കാര്യങ്ങൾ പോലും സെൻട്രൽ ഗവൺമെന്റിലോട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഫ്രോഡ് റിപ്പോർട്ടിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്താൽ മതി, ഇപ്പം 2013 ശേഷം, അതായത് എന്താണ് നമ്മളുടെ കമ്പനീസ് ആക്ട് 2013 വന്നതിന് ശേഷം ഓഡിറ്റേഴ്സ് മേ ഓൺലി റിക്വയർഡ് ദ റിപ്പോർട്ടിംഗ് ദ മേജർ ഡിനോമിനേഷൻസ്, മേജർ വാല്യൂസ് ഉള്ള അല്ലെങ്കിൽ നല്ല ഹൈ ഡിനോമിനേഷൻ ഉള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് മാത്രം എന്ത് ചെയ്താൽ മതി, സെൻട്രൽ ഗവൺമെന്റിലോട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതെന്ത് ഓഡിറ്റേഴ്സിനൊക്കെ ആ ഒരു എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് എന്താണ് ഓഡിറ്റേഴ്സിനൊക്കെ മാനേജ് ചെയ്ത് പോകാനായിട്ട് ഇതിലൂടെ സാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം 2013 വന്നപ്പോൾ ഉണ്ടായ റീഫോംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ZCയിൽ ഇപ്പം ഒരു ഓഫർ അവൈലബിൾ ആണ്. ഈ വരുന്ന 10 ദിവസങ്ങൾക്കുള്ളിൽ, ഇനി നിങ്ങളുടെ മുന്നിലുള്ള 10 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ CCയുടെ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന 2 എക്സാമുകൾ, അതായത് ജൂണിലെയും അതുപോലെ തന്നെ ഡിസംബറിലും വരാൻ പോകുന്ന 2 എക്സാമുകൾ ഉണ്ടല്ലോ, ഈ 2 എക്സാമുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ഒറ്റ ഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട്, നെറ്റ് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും PDF മെറ്റീരിയൽസിലൂടെയും എന്തെല്ലാം നെറ്റ് ക്വാളിഫൈഡ് ആകാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നോ അതെല്ലാം നമ്മൾ നേടിത്തരുന്നതാണ്. നെറ്റ് എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നെറ്റ് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, നെറ്റ് കൊമേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുക. നെറ്റ് നിങ്ങൾക്ക് നേടിത്തരാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓഫറിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഈ വരുന്ന ഇനി നിങ്ങളുടെ മുന്നിലുള്ള 10 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും നമ്മളുടെ ബാച്ചിലേക്ക്, നമ്മളുടെ നെറ്റിൻ്റെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് മുന്നിലുള്ള 2 എക്സാമുകൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നെറ്റ് കൊമേഴ്സിന് വേണ്ടി ശ്രമിക്കുന്ന മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും അറിയിക്കുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് നേടിയെടുക്കാം. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എന്താണ് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ഞാനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഒന്നിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത ഒരു റീഫോം ആണ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ്ഡ് ആയ അല്ലേ. ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ പ്രൊഡ്യൂസർ കമ്പനീസ് വെയർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കമ്പനീസ് ആക്ട് ആസ് പെർ ദ കമ്പനീസ് അമെൻഡ്മെന്റ് 2020 അല്ലേ. 2020 അമെൻഡ്മെന്റ് പ്രകാരം, അതായത് നമ്മൾ പറഞ്ഞു 2013 കമ്പനീസ് ആക്ട് 2013 വന്നു. അതെന്ന് അമെൻഡ് ചെയ്തു, 2020 അമെൻഡ്മെന്റ് പ്രകാരം പുതിയ ഒരു ടൈപ്സ് ഓഫ് കമ്പനീസ് അല്ലെ, പ്രൊഡ്യൂസേഴ്സ് കമ്പനീസ് എന്ത് ചെയ്തു, ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കമ്പനിയുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, പ്രൊമോട്ടിംഗ് ദ അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് ബേസ്ഡ് ബിസിനസ് എൻറ്റിറ്റീസ്. അതായത് പ്രൊമോട്ട് ചെയ്യുകയാണ് ഇവർ എന്തിനെ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാർമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രൊഡ്യൂസേഴ്സ് കമ്പനീസ് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. കമ്പനീസ് ആക്ട് അമെൻഡ്മെന്റ് ചെയ്തു. അമെൻഡ്മെന്റിനാണ് 2020 അമെൻഡ്മെന്റ് പ്രകാരമാണ് ഏത് വന്നത്, പ്രൊഡ്യൂസർ കമ്പനീസ് വന്നത്. പിന്നെ അടുത്തതാണ് പെനാൽറ്റീസ് ഫോർ ദ പെനാൽറ്റീസ് ഫോർ സ്റ്റാർട്ടപ്സിന്റെ പെനാൽറ്റീസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെനാൽറ്റീസ് ഫോർ ദ സ്റ്റാർട്ടപ്സ്, ദ സ്മോൾ കമ്പനീസ്, ഓർത്ത് വെക്കുക. പെനാൽറ്റീസ് ഫോർ സ്റ്റാർട്ടപ്സ്, സ്മോൾ കമ്പനീസ്, പ്രൊഡ്യൂസേഴ്സ് കമ്പനീസ്, 1 person കമ്പനീസ് ഹാവ് ബീൻ റെഡ്യൂസ്ഡ്. അതായത് ചെറിയ കമ്പനികൾക്കുള്ള പെനാൽറ്റീസുകളെല്ലാം എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സ്റ്റാർട്ടപ്സുകൾക്കും അതുപോലെ സ്മോൾ കമ്പനീസിനും പ്രൊഡ്യൂസർ കമ്പനീസിനും 1 person കമ്പനീസിനും റെഡ്യൂസ് ചെയ്തു. എൻഷുറിംഗ് ദ മോർ സ്റ്റാർട്ടപ്സ് ആൻഡ് അതെന്തിന് കാരണമാക്കി, പുതിയ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാനും പുതിയ സ്മോൾ ബിസിനസ് വെഞ്ചേഴ്സ് ക്രിയേറ്റഡ് ആകാനും ഒക്കെ കാരണമാക്കി. ഇതെല്ലാം എന്ത് പ്രകാരമാണ്, 2013 വന്നതിന് പ്രകാരമുള്ള, അതായത് 2013 കമ്പനീസ് ആക്ടിൻ്റെ ആ ഒരു റീഫോംസ് ആയിട്ട് വന്നതാണ്. ഇനി അടുത്തത് നോക്കാം. എന്താണ് ട്രിബ്യൂണൽ അപ്രൂവൽ ഓഫ് ദി കൺവേർഷൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രിബ്യൂണൽ അപ്രൂവൽ ഈസ് നൗ മാൻഡേറ്ററി. ട്രിബ്യൂണലിന്റെ അപ്രൂവൽ എന്താക്കി മാറ്റി, മാൻഡേറ്ററി ആക്കി ഫോർ കൺവേർട്ടിംഗ് ദ പബ്ലിക് കമ്പനി ടു പ്രൈവറ്റ് കമ്പനി. ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം, ട്രിബ്യൂണലിന്റെ അപ്രൂവൽ വേണം. ഏത് പ്രകാരം, കമ്പനീസ് ആക്ട്
ആക്ട് 2013 പ്രകാരം ഇനി എന്താ പറഞ്ഞേക്കുന്നത്, എൻഷുറിംഗ് ദ മോർ ഓവർസൈറ്റ്സ് ആൻഡ് കംപ്ലയൻസ് ഇൻ സച്ച് കൺവേർഷൻ. ഇങ്ങനെ കൺവേർഷൻ ഉണ്ടാകുമ്പോൾ ഒരുപാട് കംപ്ലയൻസുകൾ, ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് ഇഷ്യൂസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്തുണ്ടായത്, അതായത് ഈ ട്രിബ്യൂണലിൻ്റെ അപ്രൂവൽ എന്തിനുണ്ടായി, ഈ ഒരു എന്താണ് കൺവേർഷൻ. എന്ത് കൺവേർഷനാണ്, പബ്ലിക് കമ്പനി ടു പ്രൈവറ്റ് കമ്പനി ആകുന്നതിനും. ഇനി അടുത്തതാണ് ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനിയുടെ സെക്ഷൻ ഓർത്ത് വെച്ചോണം മക്കളെ, എല്ലാ വേളയും കാണാറുള്ളതാണ്. സെക്ഷൻ എത്രയാണ്, 455 ആണ് ഏതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്, ഡോർമെന്റ് കമ്പനിയുടെ സെക്ഷൻ എന്ന് പറയുന്നത്. ദ കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡോർമെന്റ് കമ്പനി. പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ദിസ് കമ്പനി ഫോംഡ് ഫോർ ദ ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഓർ ഫോർ holding any property but which does not engage in the active business operation. അതായത് ഫ്യൂച്ചറിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകും, അല്ലെ ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് കിട്ടും, അല്ലെ ഫ്യൂച്ചറിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്, ഇപ്പോഴേ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്ത് ആ ഒരു ഫ്യൂച്ചറിലെ ബിസിനസ്സിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്, നമ്മൾ ബിസിനസ് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അല്ലാതെ ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നില്ല, ആക്റ്റീവ്ലി ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കമ്പനികളാണ് ഏതെന്ന് പറയുന്നത്, ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ദിസ് കമ്പനി ഫോം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, ഫ്യൂച്ചർ പ്രൊജക്റ്റിൽ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല, ആക്റ്റീവ്ലി ഇപ്പോഴുണ്ടാകുന്ന ബിസിനസ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, എൻഗേജ് ചെയ്യുന്നില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണേ. ഡോർമെന്റ് കമ്പനി ഏത് പ്രകാരമാണ്, സെക്ഷൻ 55 എന്നാണ് കമ്പനീസ് ആക്ട് 2013 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക മക്കളെ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫോർ ദ പ്രൈവറ്റ് കമ്പനി അണ്ടർ ദ പ്രൈവറ്റ് കമ്പനി അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്രൈവറ്റ് കമ്പനിയുടെ എത്രയാണ്, പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടോ 2013 പ്രകാരം, എന്തായിരുന്നു, നോ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ലേ, ഓപ്ഷൻ ഡി അല്ലേ, നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, അതൊരു പുതിയ റീഫോം അല്ലേ. അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, നോ മിനിമം റിക്വയർമെന്റ്സ്. ദ കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2015 റിമൂവ്ഡ് ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി അല്ലേ. കമ്പനീസ് ആക്ടിലെ 2013 കഴിഞ്ഞിട്ടുള്ള അമെൻഡ്മെന്റ് വന്നു അല്ലേ, 2015 ഒരു അമെൻഡ്മെന്റ് വന്നു. അത് പ്രകാരം എന്താക്കി, നില്ലാക്കി മാറ്റി ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദിസ് റീഫോംസ് അലൗസ് ദ പ്രൈവറ്റ് കമ്പനി മോർ ഫ്ലെക്സിബിലിറ്റി. ഈ ഒരു റീഫോം എന്ത് കാരണമാക്കി, പ്രൈവറ്റ് കമ്പനികളെ വളരെയധികം ഫ്ലെക്സിബിൾ ആക്കാനും ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഫോം ചെയ്യാനും ഒക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമ്മളുടെ എന്താണ് ലോങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം ആവശ്യമായിട്ടുള്ള ഒരു എക്സാമാണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്ന. നെറ്റ് കൊമേഴ്സ് എഴുതിയ ആളുകൾക്ക് അറിയാം, ഓരോ തവണയും എക്സാമിൻ്റെ പാറ്റേണുകൾ മാറുകയാണ്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനുകൾ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഏരിയകളെല്ലാം കൃത്യമായിട്ട് പഠിക്കണം, നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. അതിന് നിങ്ങൾക്ക് വിദഗ്ധരായ അധ്യാപകരുടെ പിന്തുണ തന്നെ വേണം. അപ്പം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള CC നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നിങ്ങൾ ഞങ്ങളിലേക്ക് വരിക, ഞങ്ങളുടെ കോഴ്സിലേക്ക് ചേരുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നേടിയെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും PDF മെറ്റീരിയലിലൂടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് നിങ്ങളെ നെറ്റ് ക്രാക്ക് ചെയ്തെടുപ്പിക്കാനായിട്ട് CC ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് എടുത്തു തരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്